പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം വിട്ട് അവൻ ഇറങ്ങി വന്നത് പിതാവിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ലല്ലോ, നമ്മളെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കരുത്. പിതാവിനേക്കാളേറെ എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മൾക്ക് അവൻ്റെ സ്നേഹം കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. ശരിക്കും അങ്ങനെ സ്വർഗം പോലും വിട്ടിറങ്ങി വരാൻ നമ്മെ സ്നേഹിച്ച ഒരു കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? 3 പ്രാവശ്യം. അതിൻ്റെ അർത്ഥം ഇതാണ്, നീ ശരിക്കും എന്നെ സ്നേഹിക്കണുണ്ടോ? നീ ശരിക്കും എന്നെ സ്നേഹിക്കണുണ്ടോ? മനുഷ്യരുടെ മുൻപിൽ വെച്ച് അവരെ ഭയപ്പെട്ട്, ഒരു പെൺകുട്ടിയുടെ മുൻപിൽ പോലും അവനെ വിളിച്ചു പറയാനായിട്ട് ധൈര്യമില്ലാത്ത വിധം സ്നേഹത്തിൻ്റെ ഗ്രാഫ് താഴ്ന്നു പോയ ഒരുവനെ തൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ നയിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കിയേ. കുടുംബത്തെ സ്നേഹിക്കുന്നവരാ നമ്മൾ, ശരിക്കും കുടുംബത്തെ സ്നേഹിക്കുന്നവരാ. ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളവരാ, എന്ത് ത്യാഗവും സഹിക്കാൻ മനസ്സൊരുക്കിയിരിക്കുന്നവരാ. ആ നമ്മളെ നോക്കിയിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? നീ എന്നെ സ്നേഹിക്കണുണ്ടോ? നെഗറ്റീവായിട്ട് എടുക്കരുത്. കുടുംബ പ്രാർത്ഥന മുടങ്ങുന്ന കുടുംബങ്ങൾ അവർക്ക് പറയാൻ കാരണങ്ങളുണ്ട്. നാളെ കുഞ്ഞിൻ്റെ പരീക്ഷയാണ്, അവന് പഠിക്കാനുണ്ട്, നേരത്തെ കിടന്നുറങ്ങണം. ദൈവത്തേക്കാൾ കൂടെയുള്ളവരെ സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരുടെ കുടുംബങ്ങളിലാണ് ഈ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത്. പറഞ്ഞല്ലോ, നമ്മുടെ എക്സ്ക്യൂസസ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നേരമില്ലാത്തതിന് നമുക്ക് പറയാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജോലി തീർക്കാനുണ്ട്, കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടാനുണ്ട്, ജോലിക്ക് വിടാനുണ്ട്, പ്രിയപ്പെട്ടവർക്ക് ജോലിക്ക് പോവാനുണ്ട്, എത്രയോ കാരണങ്ങൾ. ദൈവത്തെക്കാളേറെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ സ്നേഹിക്കുന്നവരെ നോക്കിയിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? ശരിക്കും നീ എന്നെ സ്നേഹിക്കണുണ്ടോ? ഏറ്റവും സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് കർത്താവ് ശിമയോൻ പത്രോസിനെയും മറ്റുള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ, ആദ്യ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ കാണണത്. ഒറ്റ വിളിയിൽ അവർ വഞ്ചിയും വലയും ഉപേക്ഷിക്കുന്നു, പിതാവിനെ വരെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആയിരുന്നൊരു മനുഷ്യൻ പതിയെ ഇങ്ങനെ മനുഷ്യരുടെ മുൻപിൽ ദൈവത്തെ ഏറ്റുപറയാൻ, ആ കർത്താവിനെ, ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പറ്റാത്ത വിധത്തിൽ അവനോടുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ളതാണ് പ്രയാസം. ഭയങ്കര ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനായിരുന്നു ഈ പത്രോസ്ലീഹയെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരാളെ ഇങ്ങനെ ആ ചെറിയ സ്നേഹത്തിൽ നിൽക്കാൻ അനുവദിക്കാതെ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന, തന്നെ മാത്രം സ്നേഹിക്കുന്ന, മറ്റുള്ള എന്തിനേക്കാളേറെ തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാക്കി തിരിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത്രയും നാൾ ലോകത്തെ സ്നേഹിച്ച, പദവികളെ സ്നേഹിച്ച, അധികാരത്തെ സ്നേഹിച്ച സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നീട് വിളിച്ചു പറയണത് നമ്മൾ കാണുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ ക്രിസ്തുവിനെ പ്രതി ഞാൻ കുപ്പയായി കരുതുന്നു. ശിമയോനെ, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? ശരിക്കും സ്നേഹിക്കണുണ്ടോ? കുടുംബത്തെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. ഒരു കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെക്കുറിച്ച് തന്നെ പറയണേ. തിരുക്കുടുംബം കണക്കെയായി തീരണമെങ്കിൽ അവിടെ മറ്റുള്ളവരെക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടാവണം, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ. ആ മനുഷ്യൻ മറിയത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ രണ്ടാമത് പരിശുദ്ധമയെ സ്വീകരിച്ചത്. നേരെ മറിച്ച് ദൈവം പറഞ്ഞതുകൊണ്ട്. അതിനകത്ത് വേറൊരു അപ്പീലില്ല, വേറൊരു എക്സ്ക്യൂസ് ഇല്ല, ഒന്നും പറയാനില്ല. എന്നോട് എൻ്റെ കർത്താവ് കൽപ്പിച്ചു, ഞാൻ സ്വീകരിക്കുന്നു. മറ്റുള്ളവരെക്കാളേറെ, കൂടെയുള്ളവരെല്ലാവരേക്കാളും ഏറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരപ്പൻ. അവിടെ ഒരമ്മയുണ്ടാവണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം കുടുംബത്തെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്, മുന്നോട്ട് നയിക്കാനായി മനസ്സുറപ്പിച്ച ഒരമ്മ.
സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ദൈവഹിതത്തിന് മുൻപിൽ അടിയറ വെച്ച് ആമേൻ പറയാൻ കഴിയുന്ന ഒരമ്മയുള്ള വീട് തിരുക്കുടുംബമായി മാറും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? തിരുക്കുടുംബത്തിലെ മൂന്നാമത്തെ ആള് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിനാ എന്നെക്കുറിച്ച് വ്യഗ്രത അനുഭവിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന മക്കൾ സ്വപ്നമാണ് നമ്മളുടെ, എപ്പോഴും സ്വപ്നം മാത്രമാണെന്നുള്ളതാണ് പ്രയാസം. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ മനസ്സുറപ്പിച്ച മക്കൾ. തിരുക്കുടുംബം കണക്കെ നമ്മുടെ കുടുംബങ്ങളായി തീരാൻ ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന്, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ മറ്റുള്ളവരെക്കാൾ അധികം, അപ്പനേക്കാൾ അധികം, അമ്മയേക്കാൾ അധികം, എൻ്റെ മക്കളേക്കാൾ അധികം, കുടുംബത്തിലെ ഓരോ ഉത്തരവാദിത്വങ്ങളെക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയാനായിട്ട് എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത്, അന്ന് നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറും. നമ്മളെ നോക്കുന്നവര് ദൈവത്തിൻ്റെ സ്വന്തമാണിവനെന്ന് തോന്നും. അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോരുത്തരെയും സമർപ്പിക്ക്. എന്നെയല്ല, ദൈവത്തെ സ്നേഹിക്കട്ടെ അവൻ. എന്നെയല്ല, ദൈവത്തെ സ്നേഹിക്കട്ടെ അപ്പൻ. എന്നെയല്ല, ദൈവത്തെ സ്നേഹിക്കട്ടെ അമ്മ. എന്നെയല്ല, ദൈവത്തെ സ്നേഹിക്കട്ടെ മക്കൾ എന്ന് ഇങ്ങനെ പറയുന്ന വിധത്തിൽ, വിട്ടുകൊടുക്കുന്ന വിധത്തിൽ. സെമിനാരിയിൽ ചേർക്കാൻ പോലും മടി പറയുന്നതിന് അവരുടെ കാരണം ഞങ്ങളെ ആര് നോക്കൂ എന്നുള്ളതാണ്. നീ എന്നെ സ്നേഹിക്കണുണ്ടോ കർത്താവേ? മറ്റുള്ളവരെക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യരായി തീരാൻ അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളും തിരുക്കുടുംബത്തിന്റെ നന്മയാലും സുഹൃത്തുക്കളാലും അനുഗ്രഹങ്ങളാലും നിറയാൻ അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവന്റെ ആശീർവാദത്തിന് മുൻപിൽ, സ്വർഗത്തേക്കാൾ മുകളിലായി നമ്മെ സ്നേഹിച്ച ആ സ്നേഹാശീർവാദത്തിന് മുൻപിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. അനുഗ്രഹം സ്വീകരിക്കാം. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുഹൃദയനാഥൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് ഈ ഉറങ്ങുന്നതിന് മുൻപ് പറയണം, കർത്താവേ, എൻ്റെ അപ്പനേക്കാളധികം നിന്നെ എനിക്കിഷ്ടമാണ്. എൻ്റെ മക്കളെക്കാളധികം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ നിനക്ക് ഞാൻ സ്ഥാനം തരുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം ജീവിതത്തിലും കുടുംബത്തിലും. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.